വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രഭാതം എഡിറ്റോറിയൽ. വെള്ളാപ്പള്ളിയുടെ വിഷം ചീറ്റലിൽ UDF തുടരുന്ന മൗനം അപകടകരമാണ്. വെള്ളാപ്പള്ളി നടേശൻ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് സമസ്ത മുഖപത്രം പറയുന്നു. വിവരങ്ങളുമായി സോണൽ ചേരുന്നുണ്ട്. സോണൽ, വെള്ളാപ്പള്ളി പറയുന്നതിനോട് UDF മൗനം പുലർത്തുന്നു, അത് അപകടകരമാണ്. വെള്ളാപ്പള്ളിക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം, സർക്കാരിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആരാണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ, മാത്രമല്ല രൂക്ഷ വിമർശനവും വെള്ളാപ്പള്ളിക്കെതിരെ സുപ്രഭാതം എഡിറ്റോറിയൽ വന്ന സാഹചര്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ അത് പലതവണ ചർച്ചയായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രഭാതം എഡിറ്റോറിയൽ തന്നെ രംഗത്തെത്തുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങളുടെയും സന്ദേശം സത്യമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പെട്ട ഇത്തരത്തിൽ വർഗീയത ചേർത്ത സത്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണോ ഉള്ളത് എന്നുള്ളതാണ് ഈ എഡിറ്റോറിയൽ പ്രധാനമായി പറയുന്നത്. ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങളോ അതുപോലെ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്ന പറച്ചിൽ അത് വാസ്തവമുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത വെള്ളാപ്പള്ളി നടേശനുണ്ട് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ നുണ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളെ നാണിപ്പിക്കും വിധമുള്ള ഒരു രീതി അത് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നു എന്നുള്ള കാര്യം സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇത്തവണ 3 മുസ്ലിങ്ങൾ മാത്രമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈഴവരെ പോലെ തന്നെ കാലങ്ങളായി വിവേചനം അനുഭവിക്കുന്നവരാണ് മുസ്ലിം വിഭാഗവും എന്നുള്ള കാര്യം സുപ്രഭാതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം, ആനുകൂല്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്നത് മറ്റു പലരാണ്. അതായത് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ തട്ടിയെടുക്കുന്നത് മറ്റു പലരും ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഇത്തരത്തിൽ പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു വിമർശനം ഇതിന്മേൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രമേൽ തെറ്റായിട്ടുള്ള വിദ്വേഷം ഉളവാക്കുന്ന ഒരു പ്രസ്താവന എങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം ഇത്തരത്തിൽ സുപ്രഭാതം എഡിറ്റോറിയൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ എഡിറ്റോറിയൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സംസ്ഥയുടെ മുഖപത്രമായ എഡിറ്റോറിയൽ പ്രതികരിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ശരി.